ഹലോ ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് മല്ലൂസ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നല്ലൊരു പേരൻറ്റിങ് ആണോ? നിങ്ങൾ നല്ലൊരു പേരൻസ് ആണോ? ഇതാണ് എൻ്റെ ചോദ്യം. ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് വേറൊരു ചോദ്യം. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻറ്റിങ്ങിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇത് വേറൊരു ചോദ്യം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടോ നിങ്ങൾ തന്നെ നോക്കുക. ഓക്കെ, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഓവറായിട്ട് ശാസിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് ലാളിക്കുകയോ ചെയ്യുന്നവരാണോ നിങ്ങൾ? അപ്പം ഇങ്ങനെ ഓവറായിട്ട് ചെയ്യുന്നത് കൂടെ നിങ്ങൾക്ക് യാതൊരു യൂസും ഇല്ല. മനസ്സിലായോ? അടിക്കേണ്ട സമയത്ത് അടിക്കണം, വഴക്ക് പറയേണ്ട സമയത്ത് വഴക്ക് പറയണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം പിള്ളേരിപ്പം നമ്മളിപ്പം കുറേ വീഡിയോസിൽ ഞാനിപ്പോൾ കാണുന്നുണ്ട്. ഈ ഇടയ്ക്ക് തന്നെ ഞാനൊരു ഫേസ്ബുക്ക് വീഡിയോ കണ്ടു, ഒരു കുഞ്ഞിനെ ഒരു അച്ഛൻ അടിക്കുന്നത്. അപ്പം പിന്നെ അതിൻ്റെ കുറേ ഇതൊക്കെ വന്നതെന്ന് പറയുന്നത് അവരത് വെറുതെ ചെയ്തതാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നു. പക്ഷെ അതൊന്നും കറക്റ്റ് ആവണമെന്നില്ല. കാരണം ആ കൊച്ച് എത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് അടുത്തറിയാവുന്ന ഒരു പേരൻറ്റ് വരെ അവരുടെ കുട്ടികളെ ഇങ്ങനെയിട്ട് ക്രൂരമായിട്ട് മർദ്ദിക്കുന്നത് കുറേ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കൊരിക്കലും അത് അവരുടെ അടുത്ത് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ എന്തിനാണ് നിങ്ങൾ തല്ലുന്നതെന്ന് ചോദിച്ചാൽ അവർ പറയും നീ ആരെ ചോദിക്കാനെന്ന് ചോദിക്കും. അതുകൊണ്ട് മുടി ഇരിക്കുക എന്ന് വിചാരിക്കരുത്, നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പോഴും ഞാൻ ഇപ്പോൾ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളെ ഇപ്പോൾ പുറത്തോട്ട് വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു ഇപ്പം നിങ്ങളുടെ കുഞ്ഞിനെ ബാഡ് ടച്ചോ ഗുഡ് ടച്ചോ ഒന്നും അറിയത്തില്ല. അപ്പോൾ കുഞ്ഞിനെ നമ്മുടെ ചേട്ടൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അനിയൻ്റെ കയ്യിലോ ആരുടെയെങ്കിലും കൈ കൊടുത്തു വിട്ടാലും നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. ഇപ്പം പൊടിക്കുഞ്ഞുങ്ങളാണ്, ആണായാലും പെണ്ണായാലും ആരായാലും ഒരു മൃഗത്തിന് പോലും ജീവിക്കാൻ പറ്റാത്ത കാലമാണ് ഈ കാലം. അപ്പം മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കണം. നിങ്ങളുടെ കുഞ്ഞാണത്. അപ്പം നിങ്ങൾക്ക് നോക്കേണ്ട കടമയുണ്ട്, അല്ലേ? അപ്പം കുഞ്ഞ് ഇപ്പം ആരുടെ കയ്യിലായി, മാമൻ്റെ കയ്യിലായിക്കോട്ടെ ചിറ്റപ്പൻ്റെ കയ്യിലായിക്കോട്ടെ ആരുടെ കയ്യിലും ആയിക്കോട്ടെ, പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. കുഞ്ഞവിടെ സുരക്ഷിതമാണോ, കുഞ്ഞവിടെ ഓക്കെ ആണോ, നിങ്ങളത് നോക്കണം. പൊടിക്കുഞ്ഞാണെങ്കിൽ അതിനൊന്നും പറയാൻ അറിയില്ല. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പൊടിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലമാണ്. പണ്ടൊന്നും ഇങ്ങനൊന്നുമില്ല. കാരണം ഈ കാലം അങ്ങനെയാണ്. മനുഷ്യൻ മൃഗമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം. അച്ഛനെന്നോ അമ്മയെന്നോ എന്ന് പോലും ഇല്ലാതെ കുഞ്ഞുങ്ങളെ മൃഗീയമായിട്ടാണ് ക്രൂരമായിട്ട് പീഡിപ്പിച്ച് കൊല്ലുന്നത്. 10 മാസം വയറ്റിലിട്ട് നൊന്ത് പ്രസവിച്ചിട്ട് പോലും തള്ളമാർ എത്രയോ കുഞ്ഞുങ്ങളെ തോട്ടിലോട്ടും കായലിലോട്ടും കടലിലോട്ടും കൊണ്ടെറിയുന്നു. അപ്പോൾ ഇവർക്കൊന്നും പൊതുവായിട്ട് മക്കളെ അധികം കെയറിങ്ങോ അങ്ങനെയുള്ള പേരൻസ് ഒന്നും അല്ല ഈ കാലഘട്ടത്തിൽ. അപ്പം ഗുഡ് പേരൻസും ഉണ്ട്, ബാഡ് പേരൻസും ഉണ്ട്. അപ്പോൾ ഗുഡ് പേരൻസ് ആയാലും ബാഡ് പേരൻസ് ആയാലും എല്ലാവരും ഈ വീഡിയോ അറിഞ്ഞിരിക്കണം എന്താണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നടക്കുന്നതെന്നും. അപ്പം നിങ്ങളിപ്പോൾ കുഞ്ഞിനെ നമ്മൾ ഗുഡ് ടച്ചും ബാഡ് ടച്ചും പഠിപ്പിക്കുന്നതോടൊപ്പം നമ്മൾ കുഞ്ഞുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരിക്കണം എപ്പോഴും. കുഞ്ഞിപ്പോൾ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ കുഞ്ഞിനോട് അവിടെ നടന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ നിങ്ങൾ തിരിച്ചറിയണം. അല്ലാതെ നിങ്ങൾ ഫോണിൽ കുത്തിക്കൊണ്ട് വേറൊരാളുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുമായിട്ട് നിങ്ങളൊരു കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്ന് പറയുന്നത്, കുഞ്ഞ് കുഞ്ഞിപ്പോൾ സ്കൂളിൽ നിന്ന് പോയിട്ട് വരുന്ന കുഞ്ഞാണെങ്കിൽ കുഞ്ഞിൻ്റെ ബോഡി നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കുഞ്ഞിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും മാർക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ബാഗ് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ചെക്ക് ചെയ്യണം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മളൊന്നും
പണ്ട് തൊട്ട് നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല. നമ്മളൊക്കെ എന്താണ്, എൻ്റെ ഒരു ടൈമിലെന്ന് പറയുന്നത് ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ഒരു കീപാഡ് നോക്കിയ ഫോണാണ് നമ്മുടെ കയ്യിൽ ആദ്യമായിട്ട് കിട്ടുന്നത്. അതിന് മുമ്പിട്ട് നമ്മുടെ കയ്യിൽ ഫോണൊന്നുമില്ല. അപ്പം പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എന്താണ്, അവർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവരുടെ കയ്യിൽ നമ്മൾ എന്താണ് ഐഫോൺ വരെ നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേരുടെ കയ്യിൽ കൊടുക്കുന്നു. അവർക്കെല്ലാം അറിയാം, ഈച്ച് ആൻഡ് എവറിത്തിങ്. ഒരു ഫോണിലെ എല്ലാ ക്രിയേഷൻസും അവർക്ക് അറിയാം, നമുക്കറിയാത്ത പലതും അവർക്കറിയാം. അപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മളൊരു ഫോൺ വിട്ടിട്ട് ഒരു ഫോണും കൊടുത്ത് അവിടെ ഇരുത്തരുത്. അവരവിടെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഫോണിൽ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആസ് എ പേരൻറ്റ് നിങ്ങളത് നോട്ട് ചെയ്തിരിക്കണം. അതല്ല, നിങ്ങൾ നോട്ട് ചെയ്യാത്തൊരു ഒരു ബാഡ് പേരൻ്റ് ആണെങ്കിൽ അത് നിങ്ങളുടെ തന്നെ കഴിവുകേടാണ്, അല്ലേ? ഇപ്പോൾ ഒരു കുഞ്ഞ് നല്ലതായിട്ടും ചീത്തയായിട്ടും വളർന്നു വരാൻ ചുറ്റുപാട് അവനെ കൂടുതലായിട്ട് ബാധിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ അവൻ്റെ ആ ഒരു ചുറ്റുപാടാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവൻ ജീവിച്ചു വരുന്ന സാഹചര്യങ്ങളോടെയാണ് അവൻ നല്ലതായാലും ചീത്തയായാലും അവൻ വളർന്നു വരുന്നത്. അപ്പോൾ ഫാമിലി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ നിന്ന് ഫാമിലി നല്ലതാണെങ്കിൽ അവന് നല്ല ഒരു പേരൻറ്റിങ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവൻ നല്ല കുട്ടിയായിട്ട് വളരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ചിലവർ ഇതിനോട് യോജിക്കുന്നുണ്ടായിരിക്കും, ചിലവർ ഇതിനോട് യോജിക്കുന്നില്ലായിരിക്കും. ഓക്കെ, അപ്പം കുഞ്ഞുങ്ങളിപ്പോൾ പുറത്തുനിന്ന് വീട്ടിലോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ അവരെ ചെക്ക് ചെയ്യണം, ബാഗ് ചെക്ക് ചെയ്യണം, കുഞ്ഞെന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കണം. ഓക്കെ, പിന്നെന്ന് പറയുന്നത് പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടൈമിലെന്ന് പറയുന്നത് എന്താണ്, പണ്ടൊക്കെ അച്ഛനും അമ്മയൊക്കെ ഇല്ലായ്മയിൽ നിന്നാണ് മക്കളെ പഠിപ്പിച്ച് വലുതാക്കുന്നത്. അപ്പം ആ ഇല്ലായ്മ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ്, മനസ്സിലാക്കാൻ കുറേ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ചില പേരൻസ്, ഇപ്പോഴത്തെ ആയാലും പണ്ടത്തെ ആയാലും ചില പേരൻസ് അവർ പറഞ്ഞ ഉടനെ തന്നെ, ഇപ്പോൾ ഫോണായാലും ബൈക്കായാലും പറഞ്ഞ ഉടനെ തന്നെ നമ്മൾ മേടിച്ചു കൊടുക്കും. ഇല്ല, മേടിച്ച് കൊടുത്തില്ലെങ്കിൽ അവിടെ വിഷയമാണ്, അല്ലേ? എല്ലാവരുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പം ഒരു കുഞ്ഞിപ്പം ഹൈപ്പർ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ നോട്ടീസ് ചെയ്താൽ നമ്മളൊരു നല്ലൊരു പീഡിയാട്രിഷ്യനെ നമ്മൾ കൊണ്ട് കാണിക്കണം. എൻ്റെ കുട്ടി ഹൈപ്പർ ആക്റ്റീവാണ്, അതിനുള്ള എന്താണ് ഉള്ളതെന്ന് നമ്മളത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ കുഞ്ഞുങ്ങളും ഇപ്പോൾ 1 വയസ്സുള്ള 2 വയസ്സുള്ള 3 വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഓരോ ആക്ടിവിറ്റീസിൽ ഹൈപ്പർ ആക്റ്റീവ് കാണിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ കുഞ്ഞിനെ സേഫാക്കാനും എല്ലാം നമുക്ക് ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പം നിങ്ങളത് ശ്രദ്ധിക്കണം. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞുങ്ങൾ പറഞ്ഞ ഉടനെ നമ്മളൊരു കാര്യം മേടിച്ചു കൊടുക്കാൻ നിൽക്കരുത്. അത് അവർക്കൊരു ഏളതരമാണ്. കാരണം അവർ പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും, വാശി പിടിക്കും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ അവർ വേറെ കുറേ കാര്യങ്ങളിലേക്ക് പോകാറുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടായിരുന്നു, ഒരു കുഞ്ഞ് എന്തോ ഒരു കാര്യത്തിൽ സൂയിസൈഡ് ചെയ്തെന്നോ അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ഈ കുഞ്ഞിനൊക്കെ സൂയിസൈഡ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞിനെങ്ങനെ അറിയാം? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്, എവിടെ നിന്നാണ് ഇവർ അറിയുന്നത്? എന്തായാലും കുഞ്ഞുങ്ങൾ തമ്മിൽ എന്തെങ്കിലും കോൺവെർസേഷൻ ചെയ്തിട്ട് ഇത് സൂയിസൈഡ് അങ്ങനെ ഇങ്ങനെയെന്നൊന്നും പറയത്തില്ല. കാരണം ഇവരത് കണ്ട് പഠിക്കുന്നത് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിന്നാണ്, ഫോൺ വഴിയാണ് ഇവർ കൂടുതലായിട്ട് ഇത് മിങ്കിൾ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഫോൺ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിൽ എന്താണ് ഇവർ കാണുന്നതെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഈ കൊച്ചു ടി വി അങ്ങനെയുള്ള കുറേ കൊച്ചു ടി വിയിൽ കുറേ കാർട്ടൂൺസൊക്കെ ഉണ്ട്. നമ്മുടെ ഫോണിലായാലും കുറേ കാർട്ടൂൺസ് ഉണ്ട്. അപ്പം ഈ കാർട്ടൂൺസൊക്കെ ആയാലും കുറേ നിറമുള്ള ഭംഗിയുള്ള കാർട്ടൂൺസ് ആയാലും വയലൻസ് കാർട്ടൂൺസ് ആയാലും നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കരുത്. ഇത് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടുന്ന ഒന്നാണ്. വയലൻസ് ആയിട്ടുള്ള കാർട്ടൂൺസ് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കരുത്. ഇപ്പോൾ എത്രയോ നല്ല നല്ല കാർട്ടൂൺസ് നമ്മുടെ ഫോണിലുണ്ട്. അപ്പോൾ ആ കാർട്ടൂൺസൊക്കെ കാണിച്ചു കൊടുക്കുക. ഓക്കെ, പിന്നെന്ന് പറയുന്നത്, പണ്ടൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്നത് കാക്കയും പൂച്ചയും പട്ടിയൊക്കെ കാണിച്ചിട്ടാണ്. പക്ഷേ ഇപ്പം നമ്മൾ പേരൻറ്റിങ് കൊടുക്കുന്നത്, ഈസി ആയിട്ട് കൊടുക്കുന്നത് ഫോണിൽ കൊക്കോമെലോൺ കാണിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. അപ്പം മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അവർ ആ ഫുഡ് നമ്മൾ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് കഴിക്കണം. നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാം. കാരണം അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ബഡ്സ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം അവരിത് ടേസ്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് ആ ഒരു സെൻസേഷൻ കിട്ടുന്നില്ല. അവർ സെൻസ് ചെയ്യുന്നത്, അവർ ആ ഒരു വിഷ്വലാണ് കൂടുതലായിട്ടും ഇത് ചെയ്യുന്നത്. അപ്പം അത് കുറയ്ക്കണം. നിങ്ങൾ ഫോൺ വഴി കാണിച്ചു കൊടുക്കേണ്ടതെന്നല്ല, കാണിച്ചു കൊടുക്കണം. പക്ഷേ അതിൻ്റെ ആ ഒരു വ്യാപ്തി ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഇത് നിങ്ങളത് കുറച്ച് കൊടുക്കണം. എന്നാലും നമുക്ക്
ഒരു കുഞ്ഞിനെ നമുക്ക് എന്താണ് നന്നായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കും. പിന്നെ ഈ അമ്മയും അച്ഛനും പൊതുവായിട്ട് എന്താണ് ബാഡ് വേർഡ്സ് പറയാറുണ്ട്. ഈ ചില വീഡിയോസിലൊക്കെ ഞാൻ കാണാറുണ്ട്, എന്താണ് കുഞ്ഞുങ്ങൾ ബാഡ് വേർഡ് പറയുന്നത് അമ്മയ്ക്കും അച്ഛനും അതുപോലെ തന്നെ കേട്ടോണ്ടിരിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും എല്ലാം ഭയങ്കര ചിരിയാണ്. ആ ഒരു ടൈമിലേ ഒരു ചിരിയുള്ളൂ. ഈ കുഞ്ഞിപ്പം നമ്മളിപ്പോൾ ബാഡ് വേർഡ് പറഞ്ഞു കൊടുക്കുന്ന ഈ കുഞ്ഞ് പുറത്ത് ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ ഇവരിങ്ങനെ ബാഡ് വേർഡ് പറഞ്ഞാൽ അവിടെ ആരുടെ ഡിഗ്നിറ്റിക്കാണ് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് വരുന്നതെന്ന് അറിയാമോ? എന്ന് വെച്ചാൽ പേരൻറ്റിങ് ആണ് ബാഡായിട്ട് വരുന്നത്. അപ്പോൾ കുഞ്ഞിൻ്റെ ആ ഒരു വളർച്ചയിൽ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മാക്സിമം നോക്കുക, അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കുഞ്ഞിൻ്റെ മുന്നിൽ ബാഡ് വേർഡ് പറയാതിരിക്കുക മാക്സിമം. അതുപോലെ തന്നെ അമ്മയും അച്ഛനും വഴക്ക് കൂടുന്നത് മാറ്റി വെക്കുക. കുഞ്ഞിൻ്റെ മുമ്പിൽ വഴക്ക് കൂടുന്നത്, വയലൻസ് ബിഹേവിയർ കാണിക്കുന്നത് മാറ്റി വെക്കുക. അത് കുഞ്ഞിൻ്റെ ആ ഒരു വളർച്ചയെ ബാധിക്കും. അത് നിങ്ങൾ മാറ്റിയെടുക്കണം. പിന്നെ പറയേണ്ടത്, ഇല്ലായ്മയിൽ നിന്ന് വളരണമെന്നൊന്നും ഞാൻ പറയില്ല. കുറച്ചൊക്കെ നമ്മൾ വിട്ടുവീഴ്ച കൊടുത്ത് അവർക്ക് പറയുമ്പോൾ തന്നെ കമ്പുമുട്ടായിയും പറയുമ്പോൾ തന്നെ എന്താണ് വാച്ച് ഇതൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ കുറച്ചൊരു ടൈം, ഒരു ഗ്യാപ്പ് എടുത്തിട്ട് അവർക്ക് അതിൻ്റെ ആ ഒരു എന്താണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാം. കുഞ്ഞിന് നമ്മളിപ്പോൾ ഒരു സാധനം മേടിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താണ് ഫോൺ തന്നെ ആയിക്കോട്ടെ, കുഞ്ഞിനിപ്പോൾ ഒരു ഫോൺ അല്ലെങ്കിൽ ഒരു ബുക്കോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക, മോനെ ഈ സൈക്കിള് എന്താണ് ഈ വാങ്ങിച്ച് നിനക്ക് തന്നതിൻ്റെ ആ ഒരു എന്താണ് കാര്യങ്ങളും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സൈക്കിൾ വാങ്ങിക്കാൻ പെട്ട കാശ് ഉണ്ടാക്കിയതും എല്ലാം നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. അത് അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിശക്തിയുള്ള നല്ല കുഞ്ഞുങ്ങളാണ്. അപ്പം അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. അപ്പം നിങ്ങൾ അതിൻ്റെ ആ ഒരു എന്താണ് എല്ലാം പറഞ്ഞു കൊടുത്ത് വളർത്തുക. കുഞ്ഞിനെ ഓവറായിട്ട് അടിക്കുന്നതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. ചില പേരൻറ്റിങ് എന്താണ് കുഞ്ഞിനെ അച്ചടക്കത്തോടെ എന്താണ് പട്ടാളച്ചിട്ടയോടെ വളർത്താൻ വേണ്ടിയിട്ട് എന്താണ് ബെൽറ്റ് വെച്ചടിക്കുക, പിന്നെ ചൂരൽ മേടിച്ച് വെക്കുക, ഇതൊക്കെ അതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. കുഞ്ഞിന് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് നല്ല ഇൻസ്ട്രക്ഷൻ കൊടുക്കുക. ഇപ്പം ഒരു സാധനം എടുക്കണ്ടടാ എന്ന് പറഞ്ഞാൽ നമ്മളത് എന്താണ് അതിൻ്റെ ഓരോ ടോണുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രിക്റ്റായിട്ട് പറയുന്നതും അതുപോലെ തന്നെ ഇച്ചിരിയുടെ സ്നേഹത്തോടെ ഹാപ്പി മീൻസ് ലവിങ് സ്ട്രിക്റ്റോടെ പറയുന്നതും രണ്ടും വ്യത്യസ്തമാണ്. സ്ട്രിക്റ്റോടെ പറയുന്നത് ലവിങ് സ്ട്രിക്റ്റോടെ പറയുന്നതും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോൾ കുറച്ച് ലവോടെ പറയുക. അവർക്ക് മനസ്സിലാക്കത്തക്ക, അതൊരു കുഞ്ഞു മനസ്സല്ല, അതിനെ ഹേർട്ട് ചെയ്യാതെ അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇപ്പം ആൺകുഞ്ഞ് വളർന്നാലും പെൺകുഞ്ഞ് വളർന്നാലും കുഞ്ഞുങ്ങൾ വളരുന്നതോടൊപ്പം അവരുടെ എല്ലാം എന്ന് വെച്ചാൽ അവരുടെ മൈൻഡായാലും എല്ലാം ഹാപ്പിയോടെ വളരേണ്ട ഒരു പ്രായമായിരിക്കും അല്ലേ? ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു എന്താണ് ചൈൽഡ്ഹുഡ് ട്രോമയൊന്നും അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മളതങ്ങ് വിട്ട് കളയും. പക്ഷെ ആ കുഞ്ഞു മനസ്സ് അപ്പോൾ അവർ ഹേർട്ട് ചെയ്യുന്നത് അവരത് ഇങ്ങനെ മനസ്സോടെ തന്നെ വെച്ചിരിക്കും. അപ്പോൾ അത് നിങ്ങൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത്, എനിക്ക് പറയാനുള്ളത് ഈ കുഞ്ഞുങ്ങൾ ഈ നമ്മുടെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട്, മോനെ പാത്രം എടുക്കണ്ട, അമ്മ എടുത്തോളാം, അമ്മ കഴുകി വെച്ചോളാം, മോനെ അമ്മ ബ്രഷ് ചെയ്യിപ്പിക്കാം, അമ്മ കുളിപ്പിക്കാം, അമ്മ അത് ചെയ്തുതരാം, അമ്മ ഇത് ചെയ്തുതരാം. അമ്മയ്ക്ക് അവിടെ വീട്ടിൽ ഒരു പണിയില്ലേ? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ അങ്ങനെ അത് വളരും. നമ്മൾ തന്നെയല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതുതരം വെച്ച് കൊടുക്കുന്നത്? അവർക്ക് സ്വന്തമായിട്ട് കൈയില്ലേ, കാലില്ലേ, പല്ലില്ലേ, വായില്ലേ? ഇതൊക്കെ അവർക്ക് ചെയ്തൂടെ? സ്വന്തമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവരെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിച്ചാൽ മതി. അത് അവർ തന്നെ ചെയ്തോളും. അല്ലാതെ നിങ്ങളുടെ ഒരു കൈ ചെന്നിട്ട് വേണ്ട ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിച്ച പാത്രം അവിടെ നിന്ന് എടുക്കാനും എച്ചിൽ വാരി അതിലേക്ക് ഇടുവാനും കഴിച്ച സ്ഥലം വൃത്തിയായി തുടച്ചിടുവാനും ഇരുന്ന ടേബിള് നീക്കി അതേ സ്ഥാനത്ത് വെക്കുവാനും നമ്മൾ അവരെ പഠിപ്പിക്കണം. അവരെ ഒരു വട്ടം പറഞ്ഞ് പഠിപ്പിച്ചാൽ മതി, പിന്നെ അവർ തനിയെ ചെയ്തോളും. ബ്രഷിനകത്ത് പേസ്റ്റ് തേക്കാനും വാ കഴുകാനും ഒക്കെ അവർക്കറിയാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. അല്ലാതെ എല്ലാം നിങ്ങൾ തനിയെ ചെയ്തിട്ട് ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് കിട്ടും? അക്കിടി പറ്റും. ഇതാണ് എല്ലാ പേരൻറ്റിങ്ങിലും വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് അയ്യോ എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന് ലാസ്റ്റ് നിങ്ങൾ പറഞ്ഞിരുന്ന് വിഷമിക്കും. ഈ വിഷമിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ തന്നെയല്ലേ ഒരു കാര്യം പറഞ്ഞാൽ. കാരണം എല്ലാം നിങ്ങൾ ചെയ്തു കൊടുത്ത് അവനൊന്നും ചെയ്യാൻ അവിടെ ഇല്ല.
അപ്പോൾ അവനെന്താണ് ഈസി വേ ആവും. അവന് എല്ലാം അവൻ്റെ കൈ കുമ്പിളിൽ എന്താണ് അവൻ്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിച്ചു എന്നവർ എന്താണ് വിചാരിച്ച് അവൻ ഇച്ചിരി അഹങ്കാരിയൊക്കെ ആയിട്ട് വരും. ഒബിയസ്ലി അവൻ അഹങ്കാരിയാവും. അതുകൊണ്ട് അമ്മമാർ എന്ത് ചെയ്യണം, കഴിച്ച പാത്രം കഴിക്കാനും കഴിച്ചതിന് ശേഷം എച്ചിലെടുത്തിടാനും ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുക. സ്വന്തമായിട്ട് കുളിക്കാനും ബ്രഷ് ചെയ്യാനും തുണി വാഷ് ചെയ്യാനും ഇതൊക്കെ പഠിപ്പിക്കുക. ഒരു ആൺകുഞ്ഞായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഇതൊന്നും ഒരു നെഗറ്റീവ് അല്ല, അതൊക്കെ പോസിറ്റീവാണ്. പെൺകുഞ്ഞായാലും ആൺകുഞ്ഞായാലും ഒക്കെ നമ്മൾ അവരെ ടീച്ച് ചെയ്യിപ്പിക്കുക. ശുചിത്വം മസ്റ്റല്ലേ, അതിപ്പം നമ്മൾ സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഈസിയാണ്. ഓക്കെ, അപ്പം കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യിപ്പിക്കുക അവരെയൊക്കെ. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ അവരെ ഒന്ന് ഇതാക്കുക. അമ്മയും അച്ഛൻ്റെയും കൂടെ കുഞ്ഞുങ്ങൾ കിടക്കേണ്ട ഒരു കുറേ പ്രായങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അവരെ സെപ്പറേറ്റഡ് ആക്കുക തന്നെ വേണം. അപ്പം അവരെ സെപ്പറേറ്റഡ് ആക്കി അവരെ മാറ്റി വേറൊരു വീടെടുത്ത് മാറ്റി വെക്കണമെന്നല്ല പറയുന്നത്. കുറച്ചൊരു പ്രായമൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് അവർക്ക് അവരുടേതായ സ്വയം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ ഒന്ന് എൻകറേജ് ചെയ്യിപ്പിക്കുക. ഇതാണ് എനിക്ക് അടുത്തതായിട്ട് പറയാനുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കിടക്കുമ്പോഴൊക്കെ കഥകളൊക്കെ കുഞ്ഞു സ്റ്റോറീസൊക്കെ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർക്ക് അവരുടെ ഫ്രീ ടൈമിൽ അവരെ നമ്മൾ കളിപ്പിക്കുക. പണ്ടൊക്കെ നമ്മൾ മണ്ണിലും ഇതിലൊക്കെ കളിക്കും. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരെന്താണ്, മണ്ണിലൊന്നും അവർ ഒന്നും ചെയ്യില്ല. അവർ വീട്ടിൽ തന്നെ ഇങ്ങനെ ഫോണിൽ നോക്കി ഗെയിമും കളിച്ച് ഇങ്ങനെ പേരൻറ്റിങ് നമ്മൾ തന്നെ അവരെ ഏതുതരം വെച്ച് കൊടുപ്പിക്കണം. അതൊക്കെ ഒന്ന് മാറണം, അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. അപ്പം പൈസ ഇവരുടെ കയ്യിൽ ഓവറായിട്ട് വരുന്നത് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കണം. അവരിപ്പോൾ പുറത്ത് എന്തെങ്കിലും പാർട്ട് ടൈം ജോലിക്ക് പോയാലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. എവിടുന്നാണ് മോനെ ക്യാഷ്, അല്ലെങ്കിൽ നിനക്കിത് എവിടുന്ന് കിട്ടി, ഈ ഷൂ നീ എങ്ങനെ വാങ്ങിച്ചു എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളിപ്പം ചോദിച്ചാൽ അവർ പറയണമെന്നില്ല. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ തന്നെ കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ തന്നെ അവനെല്ലാം പറഞ്ഞു കൊടുക്കണം. ഈച്ച് ആൻഡ് എവരിത്തിങ് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ വേണം നോക്കാൻ, ഒരു പെൺകുഞ്ഞിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന് അവന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എന്നാലേ അവൻ നാളെ വളർന്നു വരുമ്പോൾ വേറൊരു പെൺകുഞ്ഞിനെ അവൻ റെസ്പെക്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം അങ്ങനെ വേണം നിങ്ങൾ കുട്ടികളെ എൻകറേജ് ചെയ്യിപ്പിച്ച് അവരെ പേരൻറ്റിങ് ചെയ്യിപ്പിക്കുക. ഓക്കെ, പിന്നെ അടുത്ത കാര്യം പറഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, ഇപ്പം മിക്ക വീടുകളിലും പ്രാർത്ഥനയൊന്നുമില്ല. പ്രാർത്ഥിക്കുന്നത് ഏതോ വലിയ പാപമായിട്ടാണ് മിക്ക കുടുംബങ്ങളും മിക്ക ഫാമിലീസും കരുതുന്നത്. ഇപ്പം ക്രിസ്ത്യൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. എല്ലാവരും വീട്ടിലെല്ലാവരും ഫാമിലിയിലെ എല്ലാവരും വന്നിരുന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞിനെ പ്രാർത്ഥന എന്താണെന്നും ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദുക്കളെ പ്രാർത്ഥിക്കാവൂ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഏത് വിശ്വാസമാണോ ആ വിശ്വാസത്തിൽ ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇത് നല്ലൊരു വ്യക്തിയെ നമ്മുടെ സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ വളർത്തിയെടുക്കുന്നതിൽ ഒരു നല്ലൊരു പങ്ക് വഹിക്കുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ കമൻറ്റ് ചെയ്യാം തോന്നിയിട്ടുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഇനിയെങ്കിലും അത് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ ഗേൾസ് അഥവാ പെൺകുഞ്ഞുങ്ങളൊക്കെ ഈ ഫോണിൽ കുറേ നേരം ഇരുന്നിട്ട് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ ഫ്രണ്ട്സിനെ വിളിക്കുവാന്ന് പറയും. ചിലപ്പോൾ അവർ ഫ്രണ്ട്സിനെ വിളിക്കുമായിരിക്കും, മേ ബി അവർ ലവേഴ്സിനെ വിളിക്കുമായിരിക്കും. ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് തന്നെ ലവേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ ഷെയർ ചാറ്റോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ആ ഫോൺ ചെക്ക് ചെയ്യണം. കാരണം നിങ്ങൾക്ക് ഷെയർ ചാറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതിനകത്തും കുറേ പിള്ളേരെ വഴിതെറ്റിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ ഷെയർ ചാറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ. അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പം എന്ത് കാര്യത്തിലാണോ അവർ കൂടുതലായിട്ട് ഇൻവോൾവ്മെൻറ്റ് ഒരു ഫോണിൽ കൂടുതലായിട്ട് ഇൻവോൾവ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആസ് എ പേരൻ്റായി നിങ്ങളത് നോട്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ
ഇപ്പോൾ പെൺകുഞ്ഞുങ്ങളായാലും ആൺകുഞ്ഞുങ്ങളായാലും എന്താണ് സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം അല്ലേ. നമ്മൾ ഒരു വീട്ടിലായാലും അല്ലെങ്കിൽ റോഡിലായാലും ഒരു ഇരുട്ട് റൂമിലായാൽ പോലും സുരക്ഷിതത്വമല്ല, വെളിച്ചമായാൽ പോലും സുരക്ഷിതത്വം ഇല്ലാത്തൊരു ഒരു ലോകത്തിൻ്റെ ഒരു സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴെന്താണ് ഈ പെൺകുട്ടികൾ ഞാനൊരു ട്രിക്ക് മീൻസ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സിലൊക്കെ നമ്മൾ പോകത്തില്ലേ, ഇപ്പം നമ്മളിപ്പോൾ ക്രൗഡായിട്ടുള്ള കുറേ ഇപ്പം ഉത്സവത്തിൻ്റെ സമയമായാലും ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും സ്റ്റേജ് ഷോസ് കാണുന്ന സമയമായാലും നമ്മളിപ്പം കുറേ കൂട്ടമായിരിക്കും അല്ലേ, കുറേ ആൾക്കാരുള്ള ഒരു സൈഡായിരിക്കും അത്. ഇപ്പോൾ ബസ്സായാലും നല്ല തിക്കും തിരക്കും ആയിരിക്കും. അപ്പോൾ ബസ്സിൽ കയറുമ്പോൾ എന്ത് ചെയ്യണം, ഗേൾസ് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഫ്രണ്ട് സൈഡിൽ കയറാനായിട്ട് മാക്സിമം ശ്രമിക്കുക. ബാക്ക് സൈഡിൽ കയറരുത്, കാരണം ബോയ്സിന് അവിടെ കയറണം അല്ലേ. ബോയ്സ് ബാക്കിലും പെൺകുട്ടികൾക്ക് ഫ്രണ്ട് സൈഡിലുമാണ് ബസ്സിൽ സീറ്റുള്ളത്. അപ്പം സംടൈംസ് നമുക്ക് എന്താണ്, നമ്മൾ ഓടി ചാടി ബാക്ക് സൈഡിൽ ഇപ്പോൾ കയറിയാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ബാഗ് എടുത്ത് ബാക്കിലിടുക. ഓക്കെ, ബാക്കിലിട്ടിട്ട് നിങ്ങൾക്ക് അപ്പോൾ ഇച്ചിരി കൂടെ കംഫർട്ട് കിട്ടും, നിൽക്കാനായിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ട് കിട്ടും. പിന്നെ ഒരു സീറ്റിൻ്റെ ഒരു സൈഡിലുണ്ടല്ലോ, അപ്പം ഈ സൈഡിലോട്ട് കയറി ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ നിൽക്കുക, അതും ഒരു കംഫർട്ട് പൊസിഷനാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഇറങ്ങുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഈ ഫ്രണ്ടിലത്തെ കൈ താണ്ട് ഇങ്ങനെ വെക്കണം, നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ താണ്ട് ഇങ്ങനെ വെച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ കംഫർട്ടായിട്ട് നിങ്ങൾ നിൽക്കാനും അതുപോലെ തന്നെ എന്താണ് മൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ പുഷ് ചെയ്യുവാണെങ്കിൽ, നിങ്ങളിപ്പോൾ തള്ളുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബാക്കിൽ കൈ വെച്ചിട്ട് ഇങ്ങനൊരു കിക്ക് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കാല് വെച്ചിട്ടൊരു കിക്ക് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ പോകുമ്പോൾ നിങ്ങളൊരു മുട്ടുപിന്നോ അല്ലെങ്കിൽ ഒരു സൂചിയോ അങ്ങനെ എന്തെങ്കിലും ഒരെണ്ണം കൈ കൊണ്ട് നടന്നാൽ മതി. ചിലപ്പോൾ അറിയാതെയാണ്, ഒരു വട്ടം തട്ടിയാൽ ചിലപ്പോൾ അറിയാതെയാണെന്ന് പറയാം. ഓക്കെ, വണ്ടിയാണ് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ബ്രേക്ക് പിടിക്കും, ഒബ്വിയസ്ലി നമ്മുടെ ദേഹത്ത് വന്ന് വീഴും. ചിലപ്പോൾ അത് അറിയാതെ ആയിരിക്കാം. അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഈ പിന്നെടുത്ത് ജസ്റ്റ് ഒരു പ്രിക്ക് കൊടുത്താൽ മതി, തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ മിസ്ബിഹേവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് പുറത്ത് പറയണം. നിങ്ങൾ വാ മൂടി കെട്ടി ഇരിക്കരുത്. ഓക്കെ, നിങ്ങൾ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം, ഇതുപോലെ മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട് എന്ന് പറയണം. അപ്പോൾ അവർക്ക് അതിനുള്ള ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റും. അപ്പം ചില പെൺകുട്ടികളൊന്നും അത് ഓപ്പണായിട്ട് പറയത്തില്ല, അവർ അത് മൈൻഡിൽ ഇങ്ങനെ വെച്ചിട്ട് അവർക്കൊരു മെൻ്റൽ ട്രോമയൊക്കെ വരാനായിട്ട് സാധിക്കും. അപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ബോൾഡ് ആവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഗേൾസും ആയാലും ബോയ്സ് ആയാലും നല്ലതായിട്ട് ബോൾഡ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള നെഗറ്റീവ് ആളുകളെയും അതുപോലെ തന്നെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന ആളുകളെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങൾ യൂസ് ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം ഇറങ്ങാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഫ്രണ്ടിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പം ഒരു ക്രൗഡ് ആണെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് എനിക്ക് ചെറുതായിട്ടൊരു വിശ്വാസമുണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ടീസ് ചെയ്തിരിക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ഒരു ന്യൂസ് കേട്ടല്ലോ, ഒരു 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ ഒരമ്മ പുഴയിലോട്ട് എടുത്ത് എറിഞ്ഞെന്നൊക്കെ. അപ്പം ആ കുഞ്ഞിനെ തൊട്ട് മുമ്പ് വരെ ആ കുഞ്ഞിനെ ആ ഒരു ഇളയച്ചനോ അയാൾ പീഡിപ്പിച്ചായിരുന്നു അല്ലേ. അപ്പം എല്ലാവരും ഇത് കേട്ടൊരു സംഭവമാണ്. അപ്പം കുഞ്ഞു പിള്ളേരായാലും എന്ത് ചെയ്യണം, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്താലേ അവർക്കത് അറിയാൻ പറ്റൂ, അല്ലാതെ അവർക്കൊന്നും അറിയില്ല, അവർ കുഞ്ഞുങ്ങളാണ്. അപ്പം ഇങ്ങനെ നികൃഷ്ടമായിട്ടുള്ള മനുഷ്യമൃഗങ്ങൾ അവരുടെ അടുത്തേക്ക് വരുമ്പോൾ, കാമവെറിയോട് വരുമ്പോൾ കുഞ്ഞു മക്കൾക്കത് അറിയില്ല. അവർക്ക് അവർക്ക് ആ ഒരു ടച്ചിങ്സ്, അത് ബാഡ് ടച്ചാണോ ഗുഡ് ടച്ചാണോ എന്ന് പല കുട്ടികൾക്കും അതറിയില്ല. പല പേരൻറ്റും അത് പറഞ്ഞു കൊടുക്കാറില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവർ അംഗൻവാടിയിലായാലും പ്ലേ സ്കൂളിലായാലും പഠിക്കുമ്പോൾ ആസ് എ ടീച്ചർ നിങ്ങളത് പറഞ്ഞു കൊടുക്കണം. ഒരു സിസ്റ്ററായാലും അല്ലെങ്കിൽ ഒരു ബ്രദറായാലും ആര് നിങ്ങളെ ടച്ച് ചെയ്താലും നിങ്ങളത് ഓപ്പണായിട്ട് നിങ്ങളത് പറയണം. വലിച്ച് മീൻസ് ഓപ്പണായിട്ട് കരയുമോ അല്ലെങ്കിൽ ഓപ്പണായിട്ട് വെക്കുമോ, എന്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ചെയ്യാം. നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല.
അപ്പം കുഞ്ഞുങ്ങൾ നിങ്ങളത് നിങ്ങൾക്കറിയില്ല, ഒരു കുഞ്ഞിനും അതറിയില്ല. അപ്പം എത്രയോ കുഞ്ഞുങ്ങളെ അങ്ങനെ മിസ്ബിഹേവ് ഇപ്പോഴും നമ്മളറിയാതെ എത്രയോ വീടുകളിൽ അപ്പോൾ ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ചില സന്ദർഭങ്ങളിൽ അത് പുറത്ത് വരുത്തുള്ളൂ. അപ്പം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, അത് ചെയ്തിട്ട് അവരുടെ മൈൻഡ് തന്നെ ഔട്ടായി അവർക്കത് പുറത്ത് പറയാൻ പറ്റില്ല. കാരണം അവരെ ഭീഷണിപ്പെടുത്തി വരും, നിങ്ങളെ കൊല്ലും, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് ഞാനിങ്ങനെ പറയും, അമ്മ നിന്നെ അടിക്കും എന്നൊക്കെ പറയുമ്പം ആ കുഞ്ഞു മനസ്സിന് അതൊരു എന്താണ് ഒരു മുറിവേക്കും. അവർക്ക് പേടിയാണ് അത് ഓപ്പണായിട്ട് പറയാനായിട്ട്. അപ്പം നിങ്ങൾ അമ്മയും അച്ഛനും ഒരു ഫ്രണ്ട്ലി ആയിട്ട് ആ കുഞ്ഞിനോട് സംസാരിച്ചാൽ മാത്രമേ ആ കുഞ്ഞ് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ കുഞ്ഞൊന്നും നിങ്ങളടുത്ത് പറയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ ഒരു ലവബിൾ ആയിരിക്കണം കുഞ്ഞുങ്ങളോട്. അത് കുഞ്ഞാണെന്ന് നിങ്ങൾക്കും തോന്നണം. എന്നാലേ നമുക്കൊരു കുഞ്ഞിനെ നന്നായിട്ട് ഈ ലോകത്തിൽ വളർത്തിയെടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പം കുഞ്ഞുങ്ങളെ സേഫായിട്ട് വെക്കുക. എന്താണ്, നമ്മളിപ്പം ഒറ്റയ്ക്കുള്ള വീടാണെങ്കിൽ ക്യാമറ വെക്കാൻ പറ്റുന്നവർ വീടുകളിൽ ക്യാമറ വെക്കുക. നമ്മൾ കുഞ്ഞുങ്ങളെ ഒരു വീട്ടിലോട്ട് ഇപ്പം അങ്കിളിൻ്റെ കയ്യിലോ ആൻറ്റിയുടെ കയ്യിലോ ആരുടെ കയ്യിലായാലും കൊടുത്താൽ കുഞ്ഞിനെ നമ്മൾ തിരിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മൾ കുഞ്ഞിനെ ഒന്ന് ചെക്ക് ചെയ്യുക. കുഞ്ഞിൻ്റെ വസ്ത്രം എവിടെയെങ്കിലും ഒന്ന് അലസിയിരുന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യണം. അമ്മയായാലും അച്ഛനായാലും നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. കുഞ്ഞിന് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛനായാലും ആരായാലും അവളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. കർശനമായിട്ടുള്ള നടപടി കൊണ്ടുവരണം. അവരെ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കണം. അവരുടെ നരവേട്ട കാണിച്ചു കൊടുക്കണം. ഒരിക്കലും അത് മറച്ചു വെക്കരുത്. ഒരു പേരൻറ്റും ഒരു അമ്മയും അത് മറച്ചു വെക്കരുത്. അത് ഓപ്പണായിട്ട് പറയുക. അല്ലാതെ നിങ്ങൾ ആ കുഞ്ഞിനെ നശിപ്പിക്കരുത്, കളയരുത്, കൊല്ലരുത്, ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ വളർത്താനായിട്ട് ആഗ്രഹമുള്ള കുറേ പേരുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത കുറേ അമ്മയും അച്ഛന്മാരുണ്ട്. അവർക്ക് കൊടുക്കുക. ഒരിക്കലും ഒരു ജീവനെ ഒരിക്കലും നശിപ്പിക്കരുത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിക്കാതിരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. പ്രസവിപ്പിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. വെറുതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് വളർത്തി അതിനൊരു 2-3 വയസ്സായിട്ട് അതിനെ കൊണ്ടുവന്ന് ക്രൂരമായി ഇങ്ങനെ പീഡിപ്പിച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് കൊല്ലുന്നതൊക്കെ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പം എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. മുതിർന്നവരായാലും അമ്മയായാലും അച്ഛനായാലും കുഞ്ഞുങ്ങളായാലും എല്ലാവരും ഒരു മൂന്നാം കണ്ണ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. 2 കണ്ണൊന്നും പോരാ ഈ ലോകത്ത് ജീവിക്കാൻ. മൂന്നാമത്തൊരു കണ്ണുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിൽ പൊതുവായിട്ട് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ പീഡിപ്പിക്കുന്നതിൽ എന്ത് ചെയ്യണം, കർശനമായിട്ടുള്ള നടപടി എന്ന് പറയുന്നത് അവരെ ഒരിക്കലും കോടതി കൊണ്ടുപോയിട്ട് ഇതാണ് പ്രതി എന്ന് പറഞ്ഞ് കോടതി മുദ്ര കുത്തി വീണ്ടും ആ ഒരു പ്രതിയെ നമ്മൾ കോടതി വിട്ട് 3 നേരവും വിശിഷ്ട ഭോജനം കൊടുത്ത് തീറ്റയും വെള്ളവും കൊടുത്ത് നമ്മൾ അവനെ പുഷ്ടിപ്പിക്കും. അവന് ഒരു പ്രയാസവുമില്ല, ഇല്ലേ? അതേസമയം ആ ഒരു കുരുന്ന് ജീവൻ അനുഭവിച്ച ആ ഒരു വേദന അതൊന്നും ഒരാൾക്ക് മനസ്സിലാവത്തില്ല. അതിലൂടെയൊക്കെ കടന്നു പോയവർക്കേ അതിൻ്റെ ആ ഒരു വേദന മനസ്സിലാവത്തുള്ളൂ. സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനൊക്കെ വരുമ്പോഴേ മറ്റുള്ളവരത് പഠിക്കത്തുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു ഭരണ വ്യവസ്ഥ മാറണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. ഇങ്ങനെ ചെയ്തവരെ ഒരിക്കലും തിരിച്ച് ഈ ലോകത്ത് തന്നെ വെക്കാൻ പാടില്ല, തൂക്കിലേറ്റണം തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഒരിക്കലും അവർ ജീവിക്കാൻ ഈ സമൂഹത്തിൽ അല്ല ഈ ലോകത്തിൽ പോലും ജീവിക്കാൻ അർഹരല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം എന്തെങ്കിലും ഒരിക്കൽ
കാലം മാറുന്നതോടൊപ്പം എന്നെങ്കിലും ഒരു ദിവസം ഭരണഘടനയിൽ മാറ്റം വരും, നിയമത്തിൽ മാറ്റം വരുമെന്ന് വിശ്വസിക്കാതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. അപ്പം ഇതൊക്കെ മാറേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ളൊരു നിയമ നടപടി കൊണ്ടുവരണം. ഇവരെയൊക്കെ 3 നേരം തീറ്റി പോറ്റാതെ ഇവർക്കൊക്കെ വധശിക്ഷ തന്നെ കൊണ്ടുവരണം. അത് തന്നെ എന്താണ് കൂടി പോയിട്ടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സേഫായിട്ട് വെക്കുക. എന്തെങ്കിലും ഒരു ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള നടപടികൾ എടുക്കുക. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ടും സേഫായിട്ടും ഇരിക്കുക. ഓക്കെ, ബൈ ബൈ.